നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺകൃഷ്ണൻ. നല്ല മഴയോടൊപ്പം തന്നെ നമുക്ക് ചുറ്റും ഇന്ന് ഒട്ടനവധി അസുഖങ്ങളുമുണ്ട്. ഷിഗല്ല, ഡെങ്കു, മലേറിയ, ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി തുടങ്ങിയ അസുഖങ്ങൾ നമുക്ക് ചുറ്റും ഇന്ന് കോമണായി കാണപ്പെടുന്ന അസുഖങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായി ഏറ്റവും കൂടുതൽ നാം കേൾക്കുന്ന ഷിഗല്ല എന്ന അസുഖത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, വ്യക്തിശുചിത്വമില്ലാത്ത അവസ്ഥയിൽ ആഹാരത്തിലൂടെയും വെള്ളത്തിലൂടെയുമാണ് ഷിഗല്ല എന്ന രോഗം പകരുന്നത്. കുട്ടികളിലാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള വ്യാപനം കാണപ്പെടുന്നത്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായി 1-2 ദിവസത്തിനകം തന്നെ കുടലിനകത്തെ മ്യൂക്കോസ് ലെയറിൽ ഉണ്ടാകുന്ന അണുബാധയാണ് ഇതിന് പ്രധാന കാരണം. വയറിളക്കം, പനി, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങൾ ഇതിന് കാണപ്പെടുന്നുണ്ട്. മ്യൂക്കോസ് ലെയറിൽ ഉണ്ടാകുന്ന ഡാമേജ് കൃത്യമായി ചികിത്സിക്കാതിരിക്കുകയാണെങ്കിൽ അത് മലത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥ ഉണ്ടാക്കുന്നത് ഈ അസുഖത്തെ അപകടകാരിയാക്കി മാറ്റുന്നു. കൃത്യമായ ഇടവേളകളിൽ കൈകാലുകൾ കഴുകുന്നതും ചെറു ചൂടോടുകൂടി ആഹാരം കഴിക്കുന്നതും വെള്ളം തിളപ്പിച്ചാറി കുടിക്കുന്നതും ഇതിനെ ഒരു പരിധിവരെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സഹായിക്കുന്നു. ഡെങ്കു, മലേറിയ തുടങ്ങിയ 2 അവസ്ഥകളും കൊതുകുകൾ മൂലം ഉണ്ടാകുന്നതാണെങ്കിൽ കൂടിയും സാധാരണ പനികളിൽ കാണുന്ന എല്ലാ ലക്ഷണങ്ങളും ഈ 2 അസുഖങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ കൂടിയും ഡെങ്കുവിന് വേണം നാം ഒരു പരിധിയിലധികം അല്ലെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കേണ്ടത്. മോസ്കിറ്റോ ബോൺ വൈറൽ ഡിസീസാണ് ഡെങ്കു ഫീവർ. അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി ക്രമാതീതമായി കുറഞ്ഞു പോകാൻ കാരണമായ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു പോകുന്നതും ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്നതും ഈ അസുഖം നമ്മുടെ ആരോഗ്യസ്ഥിതിയെ വഷളാക്കുന്നു. പപ്പായയുടെ ഇലയിലെ സത്ത് എടുത്ത് കഴിക്കുന്നതും അതുപോലെ തന്നെ അമൃതിൻ്റെ വള്ളിയിലെ സത്ത് എടുത്ത് കഴിക്കുന്നതും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും അപകട നില തരണം ചെയ്യാനും സഹായിക്കുന്നു. ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി, എലിയുടെ മൂത്രം മണ്ണിലോ വെള്ളത്തിലോ കലർന്ന് അതിലൂടെ ഉണ്ടാകുന്ന സമ്പർക്കത്തിലൂടെ ഉണ്ടാകുന്ന അവസ്ഥയാണ് എലിപ്പനി. സാധാരണ പനികളിൽ കാണുന്ന എല്ലാ ലക്ഷണങ്ങളും ഈ അവസ്ഥയിലും എലിപ്പനിയിലും കാണാമെങ്കിൽ കൂടിയും ശരീരമാസകലം ഉണ്ടാകുന്ന റാഷസ്, കണ്ണ് ചുവക്കുന്ന അവസ്ഥയും ഇതിനെ വേറിട്ട് നിർത്തുന്നു. ലെപ്റ്റോസ്പൈറോ ബാക്ടീരിയ കൃത്യമായിട്ട് നമ്മൾ ചികിത്സിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അത് രക്തത്തിലൂടെ കലർന്ന് ജോണ്ടിസ്, ഇൻറ്റേർണൽ ബ്ലീഡിംഗ്, കിഡ്നി ഡാമേജ്, അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയും ചുമയ്ക്കുമ്പോൾ രക്തം തുപ്പുന്ന അവസ്ഥ പോലും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കൃത്യമായി നമ്മൾ ചികിത്സിക്കാതെ ഇരിക്കുന്ന പക്ഷം ഇതൊരു മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ എൻസെഫലൈറ്റിസ് പോലുള്ള അവസ്ഥകളിലോട്ട് മാറാനും മരണം ഉണ്ടാക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. മണ്ണിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ജോലി ചെയ്യുന്നവരാണ് സമ്പർക്ക പട്ടികയിൽ ആദ്യം വരുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏർപ്പെടുന്നവർ, അതുപോലെ തന്നെ കൃഷിപ്പണിയിൽ ഏർപ്പെടുന്നവർ, ഗാർഡനിങ് ചെയ്യുന്നവർ, ക്ലീനിങ് സ്റ്റാഫ് തുടങ്ങിയവർ ഇത്തരം സമ്പർക്ക പട്ടികയിൽ 1-ാം സ്ഥാനത്ത് വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളവർ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നതും വ്യക്തിശുചിത്വം പാലിക്കുന്നതും ഇതിനെ പ്രതിരോധിക്കാൻ വളരെയധികം സഹായിക്കുന്നു. മറ്റ് അസുഖങ്ങളെ അപേക്ഷിച്ച് എലിപ്പനിക്ക് കൂടുതൽ മെഡിക്കൽ ഒബ്സർവേഷൻ ആവശ്യമുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നാം ശ്രദ്ധയോടെ ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ആരോഗ്യം എന്നും നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും മുന്നോട്ട് പോവുക. നന്ദി, നമസ്കാരം.